തിരുവനന്തപുരം സെൻട്രലിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. കരമന ജയനാണ് തിരുവനന്തപുരത്തെ എൻ.ഡി.എ സ്ഥാനാർത്ഥി. തിരഞ്ഞെടുപ്പ് വാർത്തകൾ സ്പോൺസർഡ് ബൈ BLM. പാർട്ടി ഏതുമാകട്ടെ എല്ലാവരും വോട്ട് ചെയ്യുക. ഈ മത്സരോത്സവം ഏറ്റവും നല്ല സർക്കാരിനെ ലഭിക്കാൻ. BLM ജനപക്ഷത്തിൽ തകർക്കാനാകാത്ത വിശ്വാസം. തിരുവനന്തപുരത്തിന്റെ വികസനം അത് ഒരു ജീവിത മന്ത്രമാക്കിയ ഒരു വ്യക്തി. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭരണസമിതിയിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി. തിരുവനന്തപുരത്തുള്ള സാധാരണക്കാരനും പണമുള്ളവനും എല്ലാവരും അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരുപോലെ. കരമന ജയൻ റൈറ്റ് കാൻഡിഡേറ്റ് എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം ജനങ്ങൾ വിശേഷിപ്പിക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിന്റെ രാഷ്ട്രീയം, സാമൂഹികം, അത്തരത്തിലുള്ള ജീവിതത്തിൽ വളരെ വ്യക്തമായ ഒരു സാന്നിധ്യമായി മാറിയ പേരാണ് കരമന ജയൻ. രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ധാരാളം തിരക്കുകൾക്കിടയിലും അദ്ദേഹം എപ്പോഴും മനുഷ്യസ്നേഹത്തിന്റെ പാതയിലാണ് സഞ്ചാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതയാത്ര പലർക്കും ഒരു ഇൻസ്പിറേഷനാണ്. കർമ്മശേഷിയും ജനങ്ങളോടുള്ള അടുപ്പവും കൊണ്ട് വളരെയധികം ശ്രദ്ധേയനാണ് കരമന ജയൻ. രാഷ്ട്രീയത്തെയും സാമൂഹ്യ സേവനത്തെയും ഒരുപോലെ ആണ് അദ്ദേഹം കാണുന്നത്. അദ്ദേഹത്തിന്റെ 16-ാം വയസ്സിലാണ് RSSന്റെ പ്രവർത്തനങ്ങളിലൂടെ അദ്ദേഹം പൊതുജീവിതത്തിലേക്ക് കടന്നു വന്നത്. പിന്നീട് BJPയുടെ സജീവ പ്രവർത്തകനായി മാറി. പ്രവർത്തനവും സംഘടനാ കഴിവും കൊണ്ട് പാർട്ടിയിൽ ശ്രദ്ധേയനായ വ്യക്തി. അദ്ദേഹം ഇന്ന് തിരുവനന്തപുരം സിറ്റി ജില്ലാ പ്രസിഡന്റായി പ്രവർത്തിക്കുകയാണ് BJPയുടെ. അതുപോലെ തന്നെ പാറശാല നിയോജക മണ്ഡലത്തിൽ നിന്ന് 2 തവണ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച വ്യക്തിയാണ്. രാഷ്ട്രീയ രംഗത്ത് തന്റെ സാന്നിധ്യം ശക്തമായി രേഖപ്പെടുത്തി. അദ്ദേഹം ജില്ലാ പ്രസിഡന്റ് BJP ജില്ലാ പ്രസിഡന്റായി ചുമതല ഏറ്റതിന് ശേഷം ജനങ്ങളുടെ ഇടയിൽ ഒരു സംസാരമുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ പാർട്ടിക്ക് തന്നെ ഒരു പുത്തൻ ഉണർവ് ലഭിച്ചു എന്ന്. സംഘടനാ പ്രവർത്തനങ്ങളിൽ വളരെയധികം പുതുമയും ഉണർവും കൊണ്ടുവന്ന അദ്ദേഹത്തിന്റെ ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി പാർട്ടിയുടെ വളർച്ചയ്ക്ക് വളരെയധികം ഊർജ്ജമായി മാറിയിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം നേടാനുള്ള പോരാട്ടങ്ങളിലും അദ്ദേഹം വഹിച്ച പങ്ക് വളരെയധികം ശ്രദ്ധേയമാണ്. രാഷ്ട്രീയത്തിന്റെ ചട്ടക്കൂടിനുള്ളിൽ മാത്രം ഒതുങ്ങുന്നതല്ല അദ്ദേഹത്തിന്റെ ഈ ഒരു രാഷ്ട്രീയ ജീവിതം. ജാതി, മത, രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരോടും സൗഹൃദം പുലർത്തുന്ന ഒരു മനസ്സാണ് അദ്ദേഹത്തിന് എപ്പോഴും ശക്തിയായിട്ടുള്ളത്. ജനങ്ങളോട് വളരെയധികം നല്ല സമീപനം സ്വീകരിക്കുന്ന അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് പറയാനല്ല തിരുവനന്തപുരത്തുകാർക്ക് ഇഷ്ടം. തിരുവനന്തപുരത്തുകാരുടെ സ്വന്തം ജയനാണ് അദ്ദേഹം. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിന്റെ പങ്ക് ശ്രദ്ധേയമാണ്. ഭാരതീയം ട്രസ്റ്റ് രൂപീകരിച്ച് അതിന്റെ ചെയർമാനായി പ്രവർത്തിക്കുന്നു കരമന ജയൻ. സമൂഹത്തിലെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് കരുതലായി നിലകൊള്ളുന്നു. വീടുകൾ നിർമ്മിക്കുക, മംഗല്യ സഹായം നൽകുക, വിദ്യാഭ്യാസത്തിന് സഹായം നൽകുക, സൗജന്യ ഡയാലിസിസ് തുടങ്ങി നിരവധി പദ്ധതികളിലൂടെ അദ്ദേഹം കുടുംബങ്ങൾക്ക് കൈത്താങ്ങായി സേവന പ്രവർത്തനങ്ങൾ ഒരു നേതാവിന്റെ ഉത്തരവാദിത്തമാണ് എന്ന വിശ്വാസത്തോടെ മുന്നേറുകയാണ്. തിരുവനന്തപുരത്തിന്റെ വികസനം അത് തന്നെയാണ് കരമന ജയന്റെ ഒരു ജീവിത മന്ത്രമായി പറയാൻ സാധിക്കുന്നത്. തലസ്ഥാന നഗരത്തിന്റെ പുരോഗതിക്കായി നിരന്തരമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന നേതാവാണ് അദ്ദേഹം. കുടിലിൽ താമസിക്കുന്നവർ മുതൽ കൊട്ടാരങ്ങളിൽ ജീവിക്കുന്നവർ വരെ, അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സാധാരണക്കാരായവർ മുതൽ പണക്കാർ വരെ എല്ലാവരോടും അദ്ദേഹം ഒരുപോലെ സൗഹൃദം പുലർത്തുന്ന ഒരു സ്വഭാവ സവിശേഷതയുള്ള വ്യക്തിയാണ്. അത് തന്നെയാണ് അദ്ദേഹത്തോട് കൂടുതൽ ജനങ്ങൾ ചേർന്ന് നിൽക്കാനുള്ള ഒരു കാരണമായിട്ടുള്ളതും. രാജ്യത്തിന്റെ ആത്മീയ പൈതൃകം എന്നൊക്കെ വിലയിരുത്തപ്പെടുന്ന ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം തിരുവനന്തപുരത്തിന്റെ തിലകക്കുറി, അവിടുത്തെ ഭരണസമിതിയിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയായി സേവനം അനുഷ്ഠിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പൊതുജീവിതത്തിലെ മറ്റൊരു ശ്രദ്ധേയമായ ഏടാണ് ഇത്. ഈ ഉത്തരവാദിത്വം അദ്ദേഹത്തിന്റെ വിശ്വാസ്യതയും പൊതു സ്വീകാര്യതയും വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജനങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ അത് പലയിടത്തും സമൂഹത്തെ പല വേദികളിലും ഉയർത്തിപ്പിടിക്കുന്ന സമരങ്ങളിലും അദ്ദേഹം മുന്നിലുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ സമരം മുതൽ കരമന കളിയിക്കാവുള്ള ഹൈവേ വികസനത്തിനായുള്ള സമരം വരെ നിരവധി ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകിയിട്ടുണ്ട്. നഗരത്തിന്റെ പൗരാണിക അവശേഷിപ്പുകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സമരവും ശ്രദ്ധേയമാണ്. ജനങ്ങളുടെ അവകാശങ്ങൾക്കായി പോരാടാൻ അദ്ദേഹം മടിക്കാറില്ല. ഇങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനവും സാമൂഹ്യ സേവനവും സമരങ്ങളും ഒത്തുചേർന്ന ജീവിതമാണ് അദ്ദേഹത്തിൻ്റെത്. ജനങ്ങളോടൊപ്പം നടക്കുക, ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുക, അങ്ങനെ മുന്നേറുന്ന ഒരു നേതാവ് എന്ന നിലയിൽ തൻ്റെ വ്യക്തിമുദ്ര പൊതുജീവിതത്തിൽ അദ്ദേഹം പതിപ്പിച്ചിരിക്കുകയാണ്. ഒരു അധികാര യാത്രയല്ല, ജനങ്ങളോടൊപ്പം നിൽക്കുന്ന സേവന യാത്രയാണ് തൻ്റേത് എന്ന് പല കുറി തെളിയിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് കരമന ജയൻ. ഈ യാത്ര തന്നെയാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നതും ശ്രദ്ധേയനാക്കുന്നതും. തിരുവനന്തപുരത്ത് അദ്ദേഹം സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ നിരവധി പേർക്ക് അദ്ദേഹം ജയിച്ചു വരണം എന്ന ആഗ്രഹമുണ്ട്. അങ്ങനെ ജയിച്ചു വന്നാൽ തിരുവനന്തപുരത്തിന്റെ മുഖം മാറ്റാൻ അദ്ദേഹം മുന്നിലുണ്ടാകും എന്ന് എല്ലാവർക്കും വ്യക്തമായ ധാരണയുണ്ട്. തന്നെയുമല്ല, എല്ലാവരുടെയും പ്രശ്നങ്ങളിൽ ഒരുപോലെ ഇടപെടുന്ന ഒരു വ്യക്തിയായി എന്നും തിരുവനന്തപുരത്ത് കരമന ജയൻ ഉണ്ടാകണം എന്ന് തന്നെയാണ് തിരുവനന്തപുരത്തുകാരുടെ ആഗ്രഹം. അദ്ദേഹത്തിന് എല്ലാ വിജയ ആശംസകളും അഡ്വാൻസായി ഞങ്ങളും നേരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.